എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1791 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ VK ദേവരാജ് ആണ്. സ്വകാര്യ ചികിത്സകൻ, കൊക്കോതമംഗലം, ചേർത്തല, പ്രസിഡന്റ്, ഫ്രഷ് ഹോമിയോപ്പതി പഠന ഗ്രൂപ്പ്, ISKയുടെ യൂണിറ്റ് ആക്ടിവിറ്റീസ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ട്രസ്റ്റ് ബോർഡ്, ഫാക്കൽറ്റി സെൽ മെമ്പർ എന്നീ നിലകളിൽ മുൻകാലങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 32 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ദേവൻ ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണെന്നുള്ളത്. ഈ ഒരു വിഷയത്തിലേക്ക് ഡോക്ടർ VK ദേവരാജ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ഇത്തവണയും ഞാൻ ഈ ആപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. സാധാരണ ആരും ക്ലാസ് എടുക്കാൻ കിട്ടാത്ത ദിവസമൊക്കെ ധനേഷ് ഡോക്ടർ വിളിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ട് എനിക്ക് ഭീകരമായ രീതിയിലൊന്നും പറയാനില്ല, എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പുതിയ വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദേവൻ ഡോക്ടറോടൊപ്പം എന്നുള്ള പേര് അതാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഒരു പുതിയ വിഷയമാണ് അവതരിപ്പിക്കുന്നത്. പുതിയ വിഷയങ്ങൾ ഞാൻ ഇതിനു മുമ്പും IFPHൽ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹോമിയോപ്പതിയും എൻവയോൺമെന്റും, പരിസ്ഥിതിയും ഹോമിയോപ്പതിയും എന്ന വിഷയം ഞാനാണ് ആദ്യം അവതരിപ്പിച്ചത്. അന്ന് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഹെഡിങ് പോലും എങ്ങും ഗൂഗിളിൽ എങ്ങും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ലോകത്ത് തന്നെ ഇതം പ്രഥമമായിട്ട് ഞാനാണത് അവതരിപ്പിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു സംഭവം നെറ്റിലൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ IFPHന്റെ ചർച്ച ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി. ഹോമിയോപ്പതിയും പരിസ്ഥിതിയും എന്നുള്ള വിഷയത്തിൽ ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ കാര്യമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഹോമിയോപ്പതിയും എക്കോളജിയും എന്നുള്ള ഒരു ഇത് ഞാൻ എടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡ്രെയിനേജ് റെമഡി എന്ന് പറയുന്ന ഹോമിയോപ്പതിയിൽ ഒരു സെക്ഷൻ ഉണ്ട്, ഡ്രെയിനേജ് റെമഡി. അപ്പൊ ഞാനിത് ആദ്യം വായിക്കുന്നത് ഒരു തോമസ് പൂന എന്നും ജെയിംസ് പൂന ഒരു മലയാളം ബുക്കിലാണ് ഞാനിത് ആദ്യം. ജെയിംസ് പൂനയുടെ ഒരു മലയാളം ബുക്കിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഈ ഡ്രെയിനേജ് റെമഡി എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടോക്സിൻസ് ഒക്കെയാണ്. ടോക്സിൻസ് അതിനെ ഡിറ്റോക്സിഫൈ ചെയ്യാനും അതോടൊപ്പം ഒരു ടോണിഫൈയിങ് എഫക്റ്റ് കൊടുക്കാൻ, ശരീരത്തിന് ഒരു ടോണിസിറ്റി, ശരീരത്തിന്റെ ടോണിസിറ്റി കൂട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് അതായത് ഒരു ഇപ്പം ഹോമിയോപ്പതി കണ്ടുപിടിച്ചിട്ട് 200 വർഷത്തിലധികമായി. അപ്പോൾ ഈ 200 വർഷം എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ആയിട്ടൊക്കെ ഒരുപാട് ചേഞ്ചസ് പരിസ്ഥിതിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിന് പരിസ്ഥിതിയായിട്ട് ബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അപ്പൊ അത്രയും നാളത്തെ എൻവയോൺമെന്റൽ ചേഞ്ചസ്, അത് ന്യൂട്രീഷണൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും കുറെ സ്ട്രെസ് നമ്മൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെ മറികടക്കാം, അപ്പോൾ സെൻസിറ്റിവിറ്റി, ഇത് പേഷ്യന്റിന്റെ സെൻസിറ്റിവിറ്റിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി പലപ്പോഴും കൂടുമ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇത്തരം ഈ ഡ്രെയിനേജ് റെമഡി എന്നൊരു വിഭാഗം ഹോമിയോപ്പതി വന്നത്. ഞാനിവിടെ ജോളിമാന്റെ ബുക്കൊന്നും ഇങ്ങോട്ട് എടുക്കാം. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫൈറ്റോതെറാപ്പി
ബയോതെറാപ്യൂട്ടിക്സ് ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ബയോതെറാപ്യൂട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോമിയോപ്പതി തന്നെ അതിൽ ഫൈറ്റോ തെറാപ്പി, ഫൈറ്റോ ജെമ്മോതെറാപ്പി, പിന്നെ ഓർഗാനോ തെറാപ്പി, അതുപോലെ ട്രേസ് എലമെന്റ്സ്, നമുക്കറിയാം സാറ്റലൈറ്റ് ഡ്രെയിനേജ് റെമഡീസ്, ഇത്രയും വിഭാഗങ്ങളായിട്ട് ഇതിനെ തരുന്നത്. ഈ ഫൈറ്റോ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഡ്രെയിനേജ് റെമഡീസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പിന്നെ ഫൈറ്റോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈറ്റോ കെമിക്കൽസ്, എല്ലാ സസ്യങ്ങളിൽ നിന്നുള്ളതാണ് ഈ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഫൈറ്റോ ജെമ്മോ തെറാപ്പി എന്ന് പറയുമ്പോൾ ഫൈറ്റോ ജെമ്മോ തെറാപ്പി എന്ന് പറയുമ്പോൾ അതില് ബഡ്സ്, ഷൂട്ട്, റൂട്ട്, ഈ ഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്ന മരുന്നുകൾ. അപ്പോ ഓർഗാനോ തെറാപ്പി എന്ന് പറയുമ്പോൾ ഓർഗൻസ്, ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പൊ ബ്രെയിൻ നമുക്ക് മെഡിസിൻ ആണല്ലോ, അതുപോലെ ഓർഗൻസ് തന്നെ മെഡിസിൻ ആക്കി ഹോമിയോപ്പത്തിക് രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് അതിനെ ഓർഗാനോ തെറാപ്പി എന്ന് പറയുന്നത്. ഓർഗാനോ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല ഓർഗാനോ തെറാപ്പി, ട്രേസ് എലമെന്റ്സ് നമുക്കറിയാലോ, മൈക്രോ ന്യൂട്രിയൻസിന് മൈക്രോ എലമെന്റ്സ്, പിന്നെ സാറ്റലൈറ്റ് ഡ്രെയിനേജ് റെമഡീസ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതില് ഈ ഒരു സൈബർനെറ്റിക്സ് എന്ന് നമ്മൾ പറയും, സൈബർനെറ്റിക് സിസ്റ്റം എന്ന് പറയും. സൈബർനെറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളാർ സിസ്റ്റം മൊത്തം തമ്മിൽ ഒരു പരസ്പരം കണക്ഷൻ ഉണ്ട്. അതിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് നമ്മുടെ. അതിൽ തന്നെ സെല്ലുകളിൽ നിന്ന് സെല്ലുകളിലേക്കും ഈച്ച് ഓർഗൻസ് തമ്മിലും, പിന്നെ സെല്ലുകളിൽ നിന്നും ഹോർമോൺസും വൈറ്റമിൻസും, ഇതൊക്കെ ഇത്തരം ഈ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഹെവി യൂസേജ് ഓഫ് ഡ്രഗ്സ്, ആന്റിബയോട്ടിക്സ്, ഇതെല്ലാം വരുമ്പോൾ ഇത് നമ്മുടെ ഈ സിസ്റ്റത്തിന് കുറെ ഡാമേജ് ഉണ്ടാക്കിക്കുന്നു. അപ്പൊ ഈ ഒരു സൈബർനെറ്റിക്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു സൈബർനെറ്റിക്സിന്റെ നിങ്ങൾ നോക്കുക, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ യൂണിവേഴ്സ് മൊത്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അത്തരമൊരു കമ്മ്യൂണിക്കേഷനാണ് ഹോമിയോപ്പതി റെമഡിയിൽ നടക്കുന്നത്. കാരണം അതിനെ നമ്മൾ പറയുന്നൊരു കാരണം, ഈ ഹോമിയോപ്പതി മെഡിസിൻ സക്കഷൻ നടത്തുമ്പോൾ നമ്മളിപ്പോ ഈ ഹോർമോൺസ് ഒക്കെ പ്രധാനമായിട്ടും ഇതിലെ മെസ്സഞ്ചർ ആരാണ്? ഹോർമോൺസ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു സക്കസ്ഡ് സ്റ്റേജിലാണ്. അതായത് 1 മിനിറ്റിൽ 80 തവണ സക്കഷൻ നടക്കുന്നുണ്ട് ബ്ലഡില്. അതായത് 1 മിനിറ്റിൽ 80 തവണ സക്കഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ആ പൊട്ടൻസി ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം 5 ലിറ്റർ തൊട്ട് 5 ലിറ്റർ തൊട്ട് 5 ലിറ്റർ പുരുഷന്മാരിലും 4 ലിറ്റർ സ്ത്രീകളിലും എന്നാണ് സാധാരണ ഒരു ബ്ലഡിന്റെ അളവ് പറയുന്നത്. അപ്പൊ ഈ 5 ലിറ്റർ ബ്ലഡിനകത്തേക്ക് ഈ ഹോർമോൺസ്, ഞാൻ അതിന്റെ ഒരു സെക്കൻഡ്, ഹോർമോൺസ് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് അതിന്റെ ഒരു സ്ലൈഡ് ഒന്നും തയ്യാറാക്കാൻ പറ്റില്ല. ഹോർമോൺസ് വരുമ്പോൾ ആ ഹോർമോൺസിന്റെ പലതിന്റെയും അളവ് നമുക്കറിയാം. വളരെ ചെറിയ അളവിലാണ് ഹോർമോൺസ് ഉള്ളത്. അപ്പം അത് വളരെ ചെറിയ അളവിലുള്ള ആ ഹോർമോൺസ് ഇതിലേക്ക് വരുമ്പോൾ ഒരു സക്കസ്ഡ് ഫോമിലാണ് അത് എത്തുന്നത്. സക്കസ്ഡ് ഫോം എന്ന് പറയുമ്പോൾ ഇപ്പോ പല ഹോർമോൺസിന്റെ അളവെന്ന് പറയുന്നത് ഇപ്പൊ FSH 3 to 9 ഇതാണ് ml per ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ml എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ml ഇതിനകത്ത് 3.9 അത്രേ ഉള്ള ഒരു ml 3.9 ml പെർ ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. അതാണ് അതിന്റെ ഇതായിട്ട്. ലൂട്ടനൈസിങ് ഫോർം ആണെങ്കിൽ 2 to 10 ഇത് തന്നെ ml പെർ ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. അപ്പോ TSH ആണെങ്കിൽ അതും നമ്മൾക്കറിയാം, അതായത് 0.2 to 4.5 അല്ലെങ്കിൽ 7.5 വരെയൊക്കെ പറയാറുണ്ട്. അത് യൂണിറ്റ് അല്ല, ഇതാണ്. ഇത് എസ്ട്രാഡയോൾ ആണെങ്കിൽ അത് പൈക്കോഗ്രാം ആണ് പറയുന്നത്. പൈക്കോഗ്രാം പെർ ml എന്ന് വെച്ചാൽ വളരെ ചെറിയ ഈ 4 ലിറ്ററിലേക്ക് കലരുന്നത് നമ്മുടെ ഹോമിയോപ്പതിക് പൊട്ടൻസി പോലെയുള്ള ഒരു അളവാണ് ഇതിനകത്തേക്ക് കലരുന്നത്. അത് ഈ
പിന്നെ 80 തവണ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 0.8 സെക്കൻഡ് ആണ് കാർഡിയാക് സൈക്കിൾ, നമുക്കറിയാം. അപ്പോൾ 1 മിനിറ്റിൽ അത് ഒരു 0.8 സെക്കൻഡ് ആണ്. 1 മിനിറ്റിൽ ഏകദേശം 80 തവണ ഒരു സക്കഷൻ അവിടെ നടക്കുന്നു. ഇത് പോയി തിരിച്ച് കറങ്ങി വരുന്നുണ്ട്. ഈ ഓരോ 8 സെക്കൻഡിലും ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാകുമ്പോൾ ഇത് പോയി തിരിച്ചു വരിക എന്ന് വെച്ചാൽ ഈ ഡയലൂഷൻ, ഈ പറഞ്ഞ ഈ പ്രക്രിയ ഈ ഹാർട്ടിനകത്തോടെ ഈ പമ്പിങ്, ഈ മെക്കാനിസത്തിലോടുകൂടി ഒരു തരത്തിലുള്ള ഒരു തരത്തിൽ അതൊരു ഈ സക്കഷൻ മെക്കാനിസം തന്നെയാണ്. അപ്പൊ ഹോമിയോപ്പതി മെഡിസിൻ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോർമോൺ എങ്ങനെയാണ് ഇത്രയും ഇതിൽ ആക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഹോർമോൺ ഇത്രയും വളരെ ചെറിയ, ഇപ്പോ പ്രൊജസ്ട്രോൺ ആണെങ്കിൽ നാനോഗ്രാം ആണ് പെർ എം ആണ് പറയുന്നത്. 5 to 20 നാനോഗ്രാം ആണ് ഇത് പറയുന്നത്. പ്രൊലാക്റ്റിനും അതുപോലെ തന്നെ 0 to 20 നാനോഗ്രാം ആണ്. അപ്പോൾ AMH അത് 0.7 to 3.5 നാനോഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ അളവിലാണ് ഇത് ബ്ലഡിലേക്ക് വരുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത്ര ചെറിയ അളവിൽ വരുമ്പോൾ നമ്മളുടെ ഈ ഹോമിയോപ്പതിക് രീതിയിലുള്ള ഈ ഫൈറ്റോ കെമിക്കൽസ്, ഫൈറ്റോജെമോ, അതും ജെമോ തെറാപ്പി എന്ന് പറയുന്നത് ബഡ്സ്, റൂട്ട്, ഇതൊക്കെ ഉള്ളതാണ്. നമുക്കറിയാലോ. അതിപ്പം ഇപ്പൊ റൂട്ട്സിൽ നിന്നാണ് നമ്മൾ ഏസ്കുലസ് എടുക്കുന്ന റൂട്ടിൽ നിന്നാണ്. ഇത് ജുഗുലാൻസ് റീജിയ, ജുഗുലാൻസ് ഇനറേറിയ എന്ന് പറയുന്നത് നമ്മുടെ വാൽനട്ട്, നട്ടിൽ നിന്നാണ്. അതായത് വളരുന്ന ശരീരത്തിന്റെ ഒരു സസ്യത്തിലെ വളരുന്ന ഭാഗങ്ങൾ, ഡെവലപ്മെന്റ് ഉള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഈ തരത്തില് അതിന് പ്രവർത്തന ശേഷി വരുന്നത്. ഫൈറ്റോ ജെമ്മോ തെറാപ്പി എന്ന് പറയുമ്പോൾ വെറും ഫൈറ്റോ കെമിക്കൽ സസ്യത്തെ മൊത്തമായിട്ട് എടുക്കുന്നതല്ല. നമ്മുടെ ഏതാണ്ട് പ്ലാൻ കിങ്ഡത്തിലുള്ള എല്ലാം തന്നെ ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയാമെങ്കിൽ അതിൽ സീഡ്സ്, റൂട്ടിൽ നിന്ന് എടുക്കുന്നത് എല്ലാം ഈ ഫൈറ്റോ ജെമ്മോ തെറാപ്പിയിലാണ്. അത് ഡ്രെയിനേജ് റെമഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു തരത്തിൽ ഈ പറഞ്ഞ പോലെ ഡെവലപ്മെന്റിന്റെ ഒരു എപ്പിക്കൽ സെൽസ്, വളരുന്ന ഭാഗങ്ങളാണ്. മുകുളങ്ങള്, ഷൂട്ട്സ്, റൂട്ട്സ്. ഇപ്പം വളരുന്ന ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഉദാഹരണങ്ങളും മെറ്റീരിയൽ മെഡിക്കലിലേക്കുള്ളതും പിന്നീട് പറയാം. ഞാനിപ്പോ ജനറൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഏതാണ് ഇതിന്റെ ഉപയോഗിക്കുന്നത്, അതിന്റെ കാരണം ഇതുകൊണ്ടാണ്. കാരണം എന്ന് പറയുന്നത്, ഈ വളരുന്ന ഭാഗങ്ങളിലുള്ള അത് വളരെ ഇത്തരം ഒരു ഡ്രെയിനേജിന് വളരെയധികം സഹായിക്കും. പിന്നെ ട്രേസ് എലമെന്റ്സ് നമുക്കറിയാം. ഒരുപാട് സാധനങ്ങൾ നമ്മൾ മഗ്നീഷ്യം പോലെ, മാംഗനീസ് പോലെയൊക്കെ ഒരുപാട് സാധനങ്ങൾ, ട്രേസ് എലമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലിഥിയം കാർബ് നമ്മൾ വളരെ അതിന്റെ നോർമൽ എന്ന് പറയുന്നത് വളരെ ചെറിയ അളവിലാണ്. അത് ലിഥിയം കാർബ് അലോപ്പതിയിൽ ഉപയോഗിക്കുന്ന പോലെ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പൊ ഏജ്ഡ് ആയവർക്കൊക്കെ നടക്കാൻ പ്രയാസം വരുമ്പോഴും അവരെ ഗേറ്റിന് ഒരു ഇതൊക്കെ വരുമ്പോൾ, ഒരു ബാലൻസ് കുറവ് വരുമ്പോൾ, ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ക്ലാസ്സിൽ രാമകൃഷ്ണൻ ഡോക്ടറെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് ഈ ലിഥിയം കാർബ് ഉപയോഗിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞത്. ലിഥിയം ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പ്രായമായവരുടെയൊക്കെ ലിഥിയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കുറവാണെങ്കിൽ നമ്മൾ നമ്മുടെ ലിഥിയം കാർബ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പലരുടെയും ലിഥിയം ഈ നടക്കാനൊക്കെ പ്രയാസമുള്ള വരുന്നവരുടെയൊക്കെ ലിഥിയം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ ലിഥിയം ആക്ട് ചെയ്യാറുണ്ട്. അവര് അലോപ്പതിയിലെ ലിഥിയം നമുക്കറിയാലോ, അവര് ഒരു സൈക്കിക് കണ്ടീഷനാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല. ലഡം പോലെ തന്നെ ഇത് ആംഗിൾ ജോയിന്റിനും വളരെയധികം ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. പിന്നെ ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹോമിയോപ്പതിയെ വളരെ സിമ്പിൾ ആക്കും. ഒരു തരത്തിൽ ഒരു പ്രശ്നം അല്ലേന്ന് വെച്ചാൽ ആണ്. കാരണം ഇന്നത്തെ കാലത്ത് ഈ AI പോലുള്ള ChatGPT പോലുള്ള സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ച് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഈ ഡ്രെയിനേജ് റെമഡിയിൽ നമ്മൾ ആളിന്റെ ശരീരത്തിന്റെ തിന്നാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഫാറ്റി ആണെങ്കിൽ ഒക്കെ മെഡിസിൻ മാറുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫിക്സഡ് കണ്ടീഷനിൽ ഈ മെഡിസിൻ മാറുമ്പോൾ, അതായത് ഒരുപാട് സിംറ്റം ഒന്നും എടുക്കാതെ തന്നെ നമ്മൾക്ക് ഒരു മെഡിസിനിലേക്ക് എത്താൻ പറ്റും. അത് തന്നെ കാലാവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് മെഡിസിൻ മാറും. അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം കർക്കിടക വാവിന് എല്ലാവരും പിതൃക്കൾക്കൊക്കെ ഇത് സമർപ്പിക്കുന്നു.
കർക്കിടകവാവിന് നമ്മൾക്ക് ഫുൾ മൂൺ അഗ്രവേഷൻ നമുക്ക് പിന്നെ കൽക്കേറിയ സൈലേഷ്യ പ്രധാന മെഡിസിനാണ്. കൽക്കേറിയ കാർബ്, പിന്നെ കാലി കാർബ് ഒക്കെ മെഡിസിനാണ്. പണ്ടൊക്കെ ഈ ഒരുപാട് പേഷ്യന്റ് അക്യൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ കലണ്ടർ നോക്കി ചികിത്സിക്കുമായിരുന്നു. അതായത് ഈ വാവാണെങ്കിൽ വാവിനോട് അടുത്ത 2-3 ദിവസമാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം ചില ആൾക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കും. അവരായിരിക്കും അന്ന് അസുഖമായിട്ട് വരുന്നത്. ശ്വാസം മുട്ടൽ തന്നെ ആവണമെന്നില്ല, പ്രധാനമായിട്ടും ശ്വാസം മുട്ടൽ. അപ്പോൾ മറ്റൊന്നും നോക്കാതെ ഈ കൽക്കേറിയായും സൈലീഷ്യായും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കേസ് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. ഇപ്പോൾ ടോട്ടാലിറ്റി സിംറ്റം ടോട്ടാലിറ്റി എടുത്തിട്ട് റെപ്പർട്രൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമ്മൾക്ക് കുറച്ചുകൂടി ഇതൊരു എളുപ്പ വഴിയാണ്. ഈ ഒരു സീസണിൽ ഏത് മെഡിസിൻ കൊടുക്കണം, ഒരു ഈ അതിലെ കർക്കിടകവാവിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അങ്ങനത്തെ ഒരു ആചാരം വരാനുള്ള കാരണം തന്നെ ഈ കർക്കിടകവാവിന് കുറച്ച് പവർ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ മിക്കവാറും കുട്ടികൾ, ഈ വലിയ ആൾക്കാരും ഒക്കെ ആസ്മയോ ശ്വാസം മുട്ടലോ പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ അവർ ഏകദേശം നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ChatGPT പോലുള്ള സംഭവങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ വിജ്ഞാനം എപ്പോഴും ഒരിക്കലും ഒളിച്ചു വെക്കാനുള്ളതല്ല. പക്ഷെ ഇത് 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 നമ്മളാണോ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വിരുദ്ധ ശക്തികളും ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത ഇതിനകത്തുണ്ട്. എന്നാൽ പോലും ഇതൊരു ഹോമിയോപ്പതിക്ക് മുന്നിലൊരു അനന്ത സാധ്യതയാണ്. ഇത്തരം പഠനങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. പെട്ടെന്ന് ആയതുകൊണ്ട് എനിക്കിതൊന്നും ഒരു സ്ലൈഡൊന്നും തയ്യാറാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾക്ക് ഈ പൊതുവെ വാസ്കുലർ പ്ലാന്റ്സ് കൊടുക്കേണ്ടത് സമ്മർ ഇതിലാണെന്ന് പറയാറുണ്ട്. അത് വാസ്കുലർ സമ്മറിൽ കൊടുക്കണം. പിന്നെ ഈ റുമാറ്റിസത്തിൽ കൂടി ആക്ട് ചെയ്യുന്ന റുമാറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നു. അതിൽ വിന്ററിൽ ഡീറ്റോക്സിഫൈയിങ് പ്ലാന്റ്സ് ആണ് സാധാരണ കൊടുക്കുന്നത്. സ്പ്രിങ്ങിലും അത് തന്നെയാണ്. പിന്നെ ഫാൾ, അതായത് ഓട്ടം സീസണിൽ പ്ലാന്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഓട്ടം സീസണിൽ. അപ്പോൾ ഇതൊക്കെ ഇതിനൊരു ഒരു കട്ട് ഷോർട്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇതിൽ തന്നെ ഈ ഓർഗാനോ തെറാപ്പി, ഗ്ലാൻഡുലാർ തെറാപ്പി, ഓർഗൻ എക്സ്ട്രാക്ട്, അല്ലെ ഓർഗാനോ തെറാപ്പിയിലാണ്. ഗ്ലാൻഡുലാർ തെറാപ്പിയിൽ നമുക്കറിയാം തൈറോയിഡിനും അഡ്രിനാലിൻ ഇതൊക്കെ അതിന്റെ ഗ്ലാൻഡിലെയാണ്. ഓർഗൻ എക്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അഡ്രിനാലിൻ, തൈറോയിഡിനും ഓർഗൻ എക്സ്ട്രാക്ട് ആണ്. അത് ഈ ബ്രെയിൻ ഓർഗൻ എക്സ്ട്രാക്ട് ആണ്. ഗ്ലാൻഡുലാർ റെമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓരോ ഗ്ലാൻഡുകളിൽ നിന്ന് തയ്യാറാക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഗ്ലാൻഡുലാർ റെമഡി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതില് മെഡിസിൻ പ്രധാനമായിട്ട് പറയുമ്പോൾ ഇപ്പൊ ബെർബറീസ് വൾഗാരിസ്, അത് ലിവറിനെ, ഗാൾ ബ്ലാഡറിനെ, കിഡ്നിനെ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് റാപ്പിഡ് ചേഞ്ച് ഓഫ് സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ, പെയിൻ ആൾ ഓവർ ദ ബോഡി ആയിട്ട് വരുമ്പോൾ ഇൻഡിക്കേറ്റർ മെഡിസിനോടൊപ്പം നമ്മൾക്ക് ഇതും കൊടുക്കാം. ഇതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ കാണുമായിരിക്കും. കാരണം അങ്ങനെ ഇൻഡിക്കേറ്റർ മെഡിസിൻ മാത്രം പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. ക്രോണിക് കണ്ടീഷനിൽ പലപ്പോഴും ഇത് ഈ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ മാത്രം പോരാ. ഇൻഡിക്കേറ്റഡ് മെഡിസിൻ അതായത് മാസങ്ങളോളം നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കുന്നതിനോടൊപ്പം ഇത് പ്രോപ്പ് ഡോസ് ആയിട്ടും അതല്ലെങ്കിൽ അതിന്റെ പൊട്ടൻസി ഉണ്ട്, ആ പൊട്ടൻസിയുടെ കണക്കരോ ഇതിങ്ങനെ കൊടുക്കണം. അതുപോലെ ചെറിഡോണിയം നമുക്കറിയാം ലിവറിനും ഗാൾ ബ്ലാഡറിനും കൂടുതൽ നന്നായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ ലിവറിലുള്ള ടോക്സിൻസ് മാറ്റാനും ചെറിഡോണിയം സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെവി യൂസ് ഓഫ് ഡ്രഗ്സ്, ആന്റിബയോട്ടിക്സ് അങ്ങനെയുള്ള അതിനും ഇത് ഈ ഡീടോക്സിഫിക്കേഷൻ ചെറിഡോണിയം
ഉപയോഗിക്കുക. അത് നക്സോമിക്കയാണ് പ്രധാനമായിട്ടും ഈ ഹെവി ഡോസ് ഓഫ് ആന്റിബയോട്ടിക്സും ഡ്രഗ്സിനുമായിട്ട് വരുന്നത്. റെസ്പിറേറ്ററി ഇഷ്യൂസ് ആണെങ്കിൽ അലർജീസിനും ഒരു സ്റ്റിമുലേറ്റർ ആയിട്ടും ഈ ഇത് നക്സോമിക്ക ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സെഡൻറ്ററി ഹാബിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പൊ കൂടുതൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇൻഡസ്റ്റൈൻ ലിവർ ഇങ്ങനെയുള്ള തകരാറുകളൊക്കെ കാണിക്കുമ്പോൾ സെഡൻറ്ററി ഹാബിറ്റ് ആണെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന സെഡൻറ്ററി ഹാബിറ്റിനോടൊപ്പം ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് കഫൈനും പിന്നെ നമ്മുടെ ടബാക്കം പോലുള്ള മെഡിസിൻ ഉപയോഗിക്കാം. ഡൈജഷന്റെ പ്രശ്നമുള്ളവർക്ക് ഡൈജഷന്റെ പ്രശ്നമുള്ളപ്പോൾ സിംറ്റം എടുക്കേണ്ടെന്നോ എന്നുള്ളതല്ല പറയണം. കൊടുക്കാവുന്ന ഡ്രെയിനേജ് റെമഡി എന്ന് പറയുന്നത് ടെറക്സാക്കാണ്. ഡൈജഷന്റെ ഹ്യൂമേറിയ കൊടുക്കാവുന്ന പ്യൂരിഫൈയിങ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമേറിയ ഉപയോഗിക്കുന്നത്. പിന്നെ FUMA ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ. ഹ്യൂമേറിയ ഒഫിഷ്യനാലിസ്. സാപ്പനേറിയ ഒക്കെ അറിയാലോ. സ്കിന്നില് ഡ്രെയിനിങ് പർപ്പസിന് ആയിട്ടാണ് സാപ്പനേറിയ ഉപയോഗിക്കുന്നത്. സ്കിന്നിലെ ഡ്രെയിനിങ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സാപ്പനേറിയ. അലോസ് ഉപയോഗിക്കുന്നത് ഡിറ്റോക്സിഫിക്കേഷൻ ഓഫ് ദി റെക്ടം അപ്പാർട്ട് ഫ്രം ഹോമിയോപ്പതി റെമഡീസ്. ആ ഹോമിയോപ്പതി റെമഡീസ് കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് അലോസ്. നമ്മൾക്ക് ഈ പറഞ്ഞ നമ്മൾ അലോസിന്റെ പൈൽസും ഐൽസിന്റെ ഡയറിയായും അലോസിന്റെ ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിംറ്റം ഒക്കെ നമുക്ക് അറിയാം എങ്കിൽ പോലും അത് നമുക്ക് അതല്ലാതെ തന്നെ ഒരു ഇത് വന്നാൽ പോലും നമുക്ക് ഇതിൽ ഒരു ഡീറ്റോക്സിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. വർഷങ്ങളായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ ശരിക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിനൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് അലോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. ആസ്മയാണെങ്കിൽ ഈ ഡ്രെയിനേജ് റെമഡി ചിലപ്പോൾ ക്യൂറേറ്റീവ് റെമഡി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ഫസ്റ്റ് സ്ലീപ്പ് ആണെങ്കിൽ നമുക്കറിയാം അരേലിയ ആണ് ഉപയോഗിക്കണം. അത് ബിറ്റ്വീൻ 11 and 12 PM എന്ന് കറക്റ്റ് പറയുന്നു. അപ്പോൾ പിന്നെ അതോടൊപ്പം സ്പോഞ്ചിയ അറ്റ് മിഡ് നൈറ്റ് ആണെങ്കിൽ സ്പോഞ്ചിയ പറയുന്നുണ്ട്. സ്പോഞ്ചിയയോടൊപ്പം തന്നെ ഈ മിഡ് നൈറ്റ് ആണെങ്കിൽ സാംബുക്കസ് നൈഗ്ര 3x. ചില പൊട്ടൻസി ഒക്കെ ഇതിൽ പറയുന്നത് കിട്ടാൻ പ്രയാസമുള്ളതാണ്. 3x സാംബുക്കസ് ഒക്കെ കിട്ടും. 1 മണി തൊട്ട് 3 മണിയാണെങ്കിൽ ആർസനിക്കം ആൽബം ആണ് ഈ ഡ്രെയിനേജ് റെമഡി തന്നെ നമ്മൾ പറയുന്ന ഒരു മെഡിസിൻ. ആർസനിക് ആൽബം ഒരു ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇതിനോടൊപ്പം ആർസനിക് ആൽബം അല്ലെങ്കിൽ ആർസനിക് ആൽബം മാത്രം കൊടുത്താൽ മതി. 2 to 4 AM ആണെങ്കിൽ നമുക്കറിയാം കാലിക്കാർബ് നമ്മൾ 3 AM എന്ന് പറയുന്നത് 2 to 4 AM ആണെങ്കിൽ കാലിക്കാർബ് കൊടുക്കാം. അത് 5 AM ആണെങ്കിൽ നാട്ടർ സൾഫർ. 5:30 ആണെങ്കിൽ കാലിയയോട് വരും കേട്ടോ. അങ്ങനെ കാലി ആർട്സ് ഇങ്ങനെയുള്ള കുറെ ഇനിയും ടൈം മൊഡാലിറ്റി വെച്ച് വേറെ കുറെ സിംറ്റം ഉണ്ട്. ഇവിടെ നമ്മൾ ഡ്രെയിനേജ് റെമഡിയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അലർജിയില് ഐസോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഐസോതെറാപ്പി എന്ന് പറയുന്നത് ഏത് സാധനത്തിൽ നിന്നാണോ ഈ അലർജി ഉണ്ടാകുന്നത് ആ സാധനം പൊട്ടൻറ്റൈസ് ചെയ്ത് കൊടുക്കും. ഐസോതെറാപ്പി എന്ന് പറയുന്നത് അത് അപ്പൊ നമ്മൾ നേരത്തെ ഐസോപ്പതി എന്ന് പറയുന്നതിന് ഒരു ഈ ഡ്രെയിനേജിൽ ഒരു വേറൊരു പേരിട്ടു എന്നല്ല. അപ്പൊ അത് കൂടുതൽ ശരീരത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അത് ഈ സാധനം ചെന്ന് പൊട്ടൻറ്റൈസ്ഡ് ഫോമിൽ ചെല്ലുമ്പോൾ അത് കുറയ്ക്കും. അത് ഏത് വസ്തുവാണെങ്കിലും അത് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടാത്ത ക്യൂലക്സ് പോലും പറയുന്നുണ്ട്. കൊതുക് കടിക്കുന്നതിന് ക്യൂലക്സ് ആണ് പറയുന്നത്. ക്യൂലക്സ് ആ ഒരു മെഡിസിൻ ഇവിടെ കിട്ടുമോന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ബീസ് നമുക്കറിയാവുന്നതുപോലെ എപ്പീസ് ആണ്. അത് വാസ്പ ആണെങ്കിൽ വെസ്പ വൾഗാറിസ് ആണ്. അതിൽ തന്നെ ഈ ഇത്
തേനീച്ച പോലുള്ളതാണെങ്കിൽ വെസ്പ ക്രാബ്രോ ആണ്. അത് നമുക്കറിയാം ഭയങ്കര സ്കിൻ കംപ്ലൈന്റിന് ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് വെസ്പ ക്രാബ്രോ. അതുപോലെ ലോക്കലായിട്ടുള്ള ഇൻസെക്ട്സ് ബൈറ്റ്സ്, അലർജി, ഇതിനൊക്കെ വെസ്പ ക്രാബ്രോ, വെസ്പ VESPA CRABRO ക്രാബ്രോ. ഇതല്ലാതെ ചില കണ്ടീഷൻസിനെ ട്രെയിൻ ചെയ്ത ഇപ്പൊ നമ്മള് ഓപ്പൺ എയർ നീഡ്, നമ്മൾ ആദ്യം പറയണ പൾസാറ്ററി ആണ്, പക്ഷെ ആർജന്റൻ നൈട്രിക്കം കൂടി അതിന് വരുന്നുണ്ട് ഓപ്പൺ എയറിൽ ഇത് വരുന്നതിന്. അങ്ങനെയുള്ള പല കണ്ടീഷൻസിന് കാലാവസ്ഥ അനുസരിച്ച് ഇതെല്ലാം ഞാനിപ്പം തയ്യാറാക്കിയിട്ടില്ല. അതുണ്ട്. ഇതില് ഞാനൊരു ബുക്ക് കാണിക്കാം. അതില് മൈ പ്രാക്ടീസ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞിട്ട് നോർമൻ ജോളിമാന്റെ ഒരു ബുക്കുണ്ട്, കാണാവോ? കാണാം. ഒന്നുകൂടെ ഒന്ന് അല്പം കൂടെ ഒന്ന് ഉയർത്തി പിടിച്ചാല് ഓദറും കൂടെ കാണായിരുന്നു. അല്പം കൂടെ ഒന്ന് ഉയർത്തി. അത് തന്നെ. അപ്പൊ ഇപ്പൊ കാണുന്നില്ല. ഇല്ലേ? ഇല്ല, ഇപ്പൊ കാണുന്നില്ല, തെളിച്ചയില്ല. ഇപ്പൊ കാണാം, ഇപ്പൊ കാണാം. മൈ പ്രാക്ടീസ് ഓഫ് ഹോമിയോപ്പതി. ജോളിമാൻ, അതാ സൈഡ് അതിന്റെ ബാക്കി കാണുമ്പോ ഇങ്ങനെ കാണാം. ജോളിമാൻ. ഇതിനകത്ത് ഇപ്പം എത്ര വൈറ്റമിൻസ് ഒക്കെ, ഈ വൈറ്റമിൻസ് ഒന്നും ഹോമിയോപ്പതിക്ക് അന്യമല്ല. വൈറ്റമിൻസ് ഒക്കെ എത്ര മില്ലിഗ്രാം കൊടുക്കണം എന്നുള്ളത് വരെ ഓരോ കണ്ടീഷൻ ഹോമിയോപ്പതി മെഡിസിനോടൊപ്പം എന്തൊക്കെ വൈറ്റമിൻസ് ഒക്കെ കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മെഡിസിൻ പറയുന്ന കൂട്ടത്തില് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. നമ്മളിപ്പോ പറയേണ്ട കാര്യമില്ല. ഡയറ്റ് ഷുഡ് ബി 75% ഓഫ് ആൽക്കലൈൻ producing foods such as fruits and vegetables, 25% of acid producing, example eggs, cheese, milk, meat, fish. എന്ത് കഴിക്കണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. പിന്നെ സപ്ലിമെന്റ്സ് അത് നമുക്ക് ഇവിടെ കിട്ടത്തില്ല, കെൽപ്പാണ്. ഗാർലിക് ഇവിടെ കിട്ടും. കെൽപ്പ് 2 grains ഡെയിലി എന്നാണ് പറയുന്നത്, അത് ഇവിടെ കിട്ടത്തില്ല. ഗാർലിക് കിട്ടും. വിറ്റാമിൻ ബി കോംപ്ലക്സ്, വിറ്റാമിൻ എ 25,000 യൂണിറ്റ് ആണ് പറയുന്നത്. വിറ്റാമിൻ സി 1 grain ആണ് പറയുന്നത്. പിന്നെ ഈസ്റ്റ് പറയുന്നുണ്ട്, അത് പ്രീവിയസ് ഈസ്റ്റ് ആണ്, 8 per day. നമുക്കിവിടെ കിട്ടാൻ സാധ്യതയില്ല. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കാൻ കാര്യം, there may be various minerals deficiencies, example കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് സിങ്ക്, ക്രോമിയം ആൻഡ് സെലീനിയം. അങ്ങനെയുള്ളതിന് നമ്മൾക്ക് ഈ ഇതുകൂടി ഇത്തരം സപ്ലിമെന്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഹോമിയോപ്പതിക് മെഡിസിൻ ആണെങ്കിൽ 3XO അങ്ങനെയുള്ള ആണെങ്കിൽ തന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ ഉണ്ട്, നമുക്ക് സിങ്ക് ഉണ്ട്, ക്രോമിയം ഉണ്ട്, സെലീനിയം ഉണ്ട്. പിന്നെ ആർണിക്ക മേ ഹെൽപ്പ് പുട്ട് ഓൺ വെയിറ്റ്. ബ്ലാക്കി, മാർഗരറ്റ് ബ്ലാക്കിയുടെ ബുക്കിൽ പറയുന്നുണ്ട് ആർണിക്ക വെയിറ്റ് കൂട്ടുമെന്ന്. ഇദ്ദേഹം പേജ് നമ്പർ 187 പേജ് നമ്പർ സഹിതം ഇതേപോലെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ അമിനോ ആസിഡ് ഒരു ചാപ്റ്റർ ആണ്, തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻസ് ഓഫ് അമിനോ ആസിഡ്, ഏജിംഗ് പ്രോസസ്, ആൾ അമിനോ ആസിഡ്സ് ഇൻ പർട്ടിക്കുലർ ഗ്ലൂട്ടാത്തയോൺ, ആക്സിലേഷൻ ഓഫ് വൂണ്ട് ഹീലിംഗ്, ആർജിനിൻ, ആൽക്കഹോളിസം, സിസ്റ്റിൻ, ഗ്ലൂട്ടാമിൻ, ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണ്. അതങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ താഴെ പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഓരോ ഇപ്പൊ അലർജി കണ്ടീഷൻസ് എല്ലാ അമിനോ ആസിഡ്സും അലർജി കണ്ടീഷൻസ് ഉള്ളവർക്ക് കൊടുക്കുന്നത് മെഡിസിൻ മാത്രം പോരാ, സപ്ലിമെന്ററി തെറാപ്പിയും കൂടി വേണം. ഈ സപ്ലിമെന്ററി തെറാപ്പി ഇത്തരത്തിലല്ലാതെ ഈ പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ രാമകൃഷ്ണൻ ഡോക്ടർ. അദ്ദേഹത്തിന്റെ ഈ ബുക്ക് ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ വർഷങ്ങളായിട്ടുള്ളതാണ്. അദ്ദേഹം അങ്ങനെയല്ല, ഈ ഹോമിയോപ്പതിയിലുള്ള കുറെ സപ്ലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ വൈറ്റമിൻ ഡി ഒക്കെ ഇപ്പൊ നമ്മൾക്കറിയാം. അതുപോലെ ഡി കാൽ എന്ന് പറഞ്ഞ കാൽസ്യത്തിന്റെ ഉണ്ട്, കാൽസ്യം സപ്ലിമെന്റ് ആയിട്ട് നമുക്കിപ്പോ ചില കമ്പനികൾ ഇറക്കുന്നുണ്ട്. ഇത്തരം കമ്പനികളുടെ മെഡിസിൻ അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹം അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്താണ്. ഞാൻ പറയുന്നത് ഇത്തരം പഠനങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഹോമിയോപ്പതി നടന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അന്യമല്ല. നമ്മള്
ഹോമിയോപ്പതി ചെയ്യുന്നത് കൊണ്ട് എല്ലാം മരുന്ന് കൊണ്ട് മാറ്റിക്കളയാം എന്നുള്ള ഒരു തരം എന്തുവാ അതിന് പറയണം, ഒരു മത തീവ്രവാദം പോലെ ചിലർക്ക് മറ്റൊന്നും പാടില്ല എന്ന് പറയണം. അത് ബോഡി മെക്കാനിസത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഹാനിമാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹാനിമാൻ സപ്ലിമെന്ററി മാഗ്നറ്റിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഹോമിയോപ്പതിക്ക് വിരുദ്ധമൊന്നുമല്ല. ഇത് പിന്നെ ബ്രെയിൻ ഡിസോർഡർ, ബ്രെയിൻ ഡിറ്റോക്സിഫയർ ആയിട്ട്, ഇപ്പൊ ഡിറ്റോക്സിഫയറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഡിറ്റോക്സിഫയർ ഓഫ് അമോണിയ ഇവിടെ ഇതുകൊണ്ട് ബ്രെയിനിന് പ്രശ്നം വരികയാണെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് കൊടുക്കേണ്ടത്. ബ്രെയിൻ ഡിറ്റോക്സിഫയർ ഓഫ് ഹിസ്റ്റമിൻ ആണ് കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ മെത്തിയോനിൻ ആണ് കൊടുക്കേണ്ടത്. ക്രോണിക് ഡിസീസിൽ ഓളമിന് അത് പറയുന്നുണ്ട്. സർക്കുലേറ്ററി ഡിസീസസ്, ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ, ടോറിൻ പറയുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേഷൻ ത്രൂ എക്സ്ട്രാ ബ്രെയിൻ ഫ്യൂവൽ, ബ്രെയിൻ ഒരു എക്സ്ട്രാ ഫ്യൂവൽ ആയിട്ട് നമ്മൾ മറവിയൊക്കെ ആയിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാന്ന് പറഞ്ഞ് കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് ഗ്ലൂട്ടാമിക് ആസിഡ് കൊടുക്കാം. അത് ഒരു കുറെ പേജുണ്ട്. ഇനി റേഡിയൽ ആക്ടിവിറ്റി, മെത്തിയോന്, അങ്ങനെ കുറെ ഇതുണ്ട്. ഞാനിപ്പോ ഇത് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കാൻ കാരണം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഈ ഇതിനകത്തുണ്ട് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ ചില ചാപ്റ്ററുകളിൽ ഓരോന്നിന്റെ യൂണിറ്റ് സഹിതം പറയുന്നുണ്ട്. എത്ര യൂണിറ്റ് കൊടുക്കണം, എത്ര ദിവസം എത്ര പ്രാവശ്യം കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ ചില ഇതിൽ പറയുന്നുണ്ട്. ഫിനൽ അലൈനെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ഉപയോഗിക്കാവുന്ന ചാപ്റ്റർ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതിൽ ഹോമിയോപ്പതി ഇല്ല എന്ന് വിചാരിക്കാം. ഹോമിയോപ്പതി ധാരാളം, അതിന്റെ തുടക്ക ഭാഗങ്ങൾ മുഴുവൻ ഹോമിയോപ്പതിയാണ്. ഓരോന്നിനും കൊടുക്കേണ്ട മരുന്നുകൾ, ഹോമിയോപ്പതിയിൽ ഏതൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് അതിന്റെ ഇൻഡിക്കേഷൻ സഹിതം പറയുന്നുണ്ട്. ഇപ്പോ ഞാനൊരു ഒരു ചെറിയ ഉദാഹരണം പറയാം. ഫ്രീവേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അത് വേണ്ടല്ലോ. അതല്ലാതുള്ള ഒരു റെയർ ആയിട്ട് എന്താ അവിടെ ഹ്യൂമറാജസ് എന്നുള്ള ആ ഹെഡിങ്ങിൽ നമുക്ക് ടു അലൈവ് ഹിയർ അക്കോണൈറ്റ് 200 പൊട്ടൻസി കറക്റ്റ് പറയുന്നത്. ബ്ലഡ് ഈസ് ചെറിയ റെഡ് ആകുമ്പോൾ അക്കോണൈറ്റ് 30 ആണ് പറയുന്നത്. വെൻ ബ്ലഡ് ഈസ് ബ്രൈറ്റ് റെഡ് ബെല്ലഡോണ 30 എവരി 10 minutes. അതായത് വെൻ ബ്ലഡ് ഈസ് ബ്രൈറ്റ് റെഡ് ആൻഡ് ഹോട്ട് ആൻഡ് ക്ലോട്ട്സ്, ഹോട്ടും ആയിരിക്കും ക്ലോട്ട്സും ഉണ്ടായിരിക്കും. ഇഫ് ബ്ലഡ് ഈസ് വെരി ഡാർക്ക് പ്രോട്ടാലസ് 30 പൊട്ടൻസി എല്ലാത്തിനും. ഇഫ് ഡാർക്ക് സ്റ്റഡി ഫ്ലോ ഹെമോമിലിസ് 30. ഇഫ് വേഴ്സ് ഫോർ മോഷൻ ബ്രയോണിയ 30. ഇഫ് ഡാർക്ക് സ്റ്റഡി ഫ്ലോ വിത്ത് കൊളാപ്സ് ആൻഡ് നീഡ് ഫോർ എയർ കാർബോ വിത്ത് 30. ഇത് ഒരു ഇപ്പം ഓരോ കണ്ടീഷൻ അല്ലാതെ സിംറ്റം വൈസും അദ്ദേഹം പറയുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്തരത്തിലൊക്കെ സമീപനങ്ങൾ ഈ ഹോമിയോപ്പതിയിൽ ഉണ്ട് എന്ന് കാണിക്കാനാണ്. ഓരോ വൈറ്റമിൻസ് മാത്രമല്ല, മിനറൽസ് അതുപോലുള്ള ഇതൊക്കെ ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് സഹിതം ഇപ്പോഴത്തെ ഈ ബുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഇന്റർനാഷണൽ യൂണിറ്റ്സിനൊക്കെ കുറച്ച് വ്യത്യാസം വരും. കാറ്ററാക്ടിന്റെ പ്രൊഫൈലാക്ടിക്സ് ആയിട്ട് പറയുന്നത് എവിയേറിയ 6 3 hour 3/24 hours അതാണ്. പിന്നെ ഇൻഫ്ലുവൻസിനും ബാസിലിനും, ഇൻഫ്ലുവൻസിനും ബാസിലിനും 10 പിന്നെ ബോവിനം 1 ഇതൊക്കെ ഒരു 2 ആഴ്ച വൺസ് എ ഫോർട്ട്നൈറ്റ് ആണ് പറയുന്നത്. അപ്പൊ 2 ആഴ്ച വെച്ച് കൊടുക്കാനാണ് പറയുന്നത്. ഇത് അത് എന്തിനു വേണ്ടിയാ പറഞ്ഞ? കാറ്ററാക്ടിന്റെ പ്രൊഫൈലാറ്റിക്സ് ആയിട്ട് പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞത് ഏതാ?
എവിയറെ നമ്മുടെ ഈ ബേഡിൽ നിന്നുള്ള മറ്റേ പക്ഷി എന്നുള്ള ട്യൂബർകുലോസിന്റെ ഇതാണ് ഏവിയൻ ഫ്ലൂ എന്നൊക്കെ. ഏവിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ബ്ലേഡ് ആണല്ലോ. ഏവിയറെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോസോഡ് ഉണ്ട്, ബേഡ് നിന്നുള്ള അതിന്റെ ട്യൂബർകുലോസിന്റെ ഇതിൽ നിന്നും തയ്യാറാക്കണം. പിന്നെ കോൾഡ് ആൻഡ് ഫ്ലൂ, ഇത് പ്രൊഫൈലാറ്റിക്സ് ആണ് കേട്ടോ, അല്ലാതെ ഇതല്ല. ഇൻഫ്ലുവൻസിനും ബാസിലിനും തയ്യാറട്ടെ. ആസനിക്കും 3x. ഞാൻ എല്ലാം വായിക്കുന്നില്ല. ജർമ്മൻ മീസൊന്നും മലേറിയ മീസോ ഒന്നും ഇവിടെ മിസ്കാരിയേജ് ഉള്ളവർക്ക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൊഫൈലാറ്റിക് ആയിട്ട് കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് വൈബ്രണം 30x ആണ് പറയുന്നത്. വിസ്ബാഡൻ കെന്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. വിസ്ബാഡൻ വെറുതെ പറയല്ല, കെന്റ് കൊടുത്തിട്ടുള്ളത് കെന്റിന്റെ വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ റാസ്ബെറി ലീഫ് ടീ കഴിക്കാൻ പറയുന്നുണ്ട്. അന്ന് നമുക്ക് ഇപ്പോ നെറ്റ് വഴി എല്ലാ സാധനവും കിട്ടുന്നതുകൊണ്ട് വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. ഇത്തരം സാധ്യതകൾ ഹോമിയോപ്പതിയിലുണ്ട് എന്ന് പറയാനാണ് ഞാൻ എടുത്തത്. പോളിയോയ്ക്കുള്ളത് നമ്മൾക്കറിയാം, ലാത്തിറസ് നമ്മൾ ഇവിടെ പലരും പണ്ടേ കൊടുക്കുന്നതാണ്. ഡ്യൂറിങ് എപ്പിഡമിക്കിൽ തെൽസീമിയം കൊടുക്കാൻ പറയുന്നത്. പിന്നെ സ്കാർലറ്റ് ഫീവർ നമുക്കിവിടെ ഇല്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. ടോൺസിലൈറ്റിസിന് സോറിനും നമ്മൾ അറിയാമല്ലോ. ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. സോറിനും ഇടയ്ക്ക് ഒരു ഡോസ് കൊടുക്കും, ഇന്റർ കറന്റ് മെഡിസിൻ ആയിട്ട് കൊടുക്കും. ഈ ഇന്റർ കറന്റ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ പേരിൽ പറഞ്ഞതേ ഉള്ളൂ. അത് ഇന്റർ കറന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. ഇത് ഈ ഡ്രെയിനേജിലൊക്കെ നമ്മൾ പറയുമ്പോൾ വേറെ പേര് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വൂപ്പിംഗ് കഫിന് പെർട്രോസിൻ 30. പിന്നെ പറയുന്നത് അത് വൺസ് ഇൻ എ മന്ത് കൊടുക്കണം. ഒരു ദിവസം ആ കൊടുക്കുന്ന ദിവസം 3 നേരം കൊടുക്കണം. പിന്നെ പറയുന്നത് ഡ്രോസീറ ആണ് പറയുന്നത്. അത് പിന്നെ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വൂപ്പിംഗ് കഫ് ഉള്ളവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോസീറയും കൂടി ഇതിനോടൊപ്പം കൊടുക്കണം. കോണ്ടാക്ട് ഉണ്ടായെന്ന് ഇപ്പൊ അവര് പറയാ, ഒരു തമ്മയുള്ള കൊച്ചിന്റെ വീട്ടിൽ പോയി. പിന്നെ ആന്റിഡോട്ടിന്റെ കുറെ ഉണ്ട്. അലുമിനിയം ആന്റിഡോട്ട് ആണെങ്കിൽ കോപ്പർ ആൻഡ് സൾഫർ 30. കോപ്പർ എന്ന കുപ്രമിറ്റ്, സൾഫർ 30. പിന്നെ വൺസ് വീക്കിലി. പിന്നെ അലൂമിന 200. ബോറിക്കിന്റെ പേജ് സഹിതം പറയുന്നുണ്ട്. ബോറിക്കിന്റെ പേജിൽ 40 ഇതാണ് ഇത് പറയുന്നത്. അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തരം കാര്യങ്ങൾ ഇദ്ദേഹം സ്വന്തമായിട്ട് അനുഭവത്തിൽ നിന്നുള്ളതുണ്ട്. അത് കൂടാതെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ കൂടി എടുത്ത് പറയുന്നുണ്ട്. പിന്നെ സമയം ആയോ? ഇല്ല 10:14 ആയുള്ളൂ. അതെ, തീരുന്നില്ല. ആന്റിബയോട്ടിക്സിന് ആന്റിഡോട്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ നക്സോൺ പറഞ്ഞു. അത് കൂടാതെ ഉള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് കാൻഡിഡ ആൽബിക്കൻസ്. അത് മോണിക്ക 2 പേരിൽ അത് വരും. മോണിക്ക ആൽബിക്കൻസ് എന്നുമ്പോൾ കാൻഡിഡ ആൽബിക്കൻസ്, രണ്ടും ഒരു മെഡിസിൻ തന്നെ. അത് കൊടുക്കാം. പിന്നെ ഇതിലെഴുതിയിരിക്കുന്ന കാൻഡിഡ എന്നുള്ള പേരാണ്. 3 ഡേ ഫോർ 3 ഡേയ്സ്, 3 ഡോസ് ഫോർ 3 ഡേയ്സ്. പിന്നെ 3x. പിന്നെ വൈറ്റമിൻ സി ഹൈ ഡോസ് ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ആന്റിബയോട്ടിക്സ് അവര് ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുമ്പം അവരാ കൂട്ടത്തില് വൈറ്റമിൻ കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ അടുത്ത് ഒരു പേഷ്യന്റ് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് കൊളായിട്ട് വരികയാണെങ്കിൽ നമ്മളും വൈറ്റമിൻ കൊടുക്കും, അല്ലാതെ അത് ശരിയാകത്തില്ല. കോർട്ടിസോൺ ആണെങ്കിൽ പിന്നെ സൈക്കോട്ടിക്കോ ആണ് പറയുന്ന, മെറ്റാകോർട്ടിസോണും കോർട്ടിസോൺ കൊടുക്കാൻ പറയുന്നുണ്ട്. 30 ആണ് കേട്ടോ, 30 ആണ് പൊട്ടൻസി പറയുന്നത്. സൈക്കോട്ടിക്കോയുടെ പൊട്ടൻസി പറയുന്നില്ല. അയഡിന് കൊടുക്കേണ്ടത്, കൂടുതൽ അയഡിൻ ഉള്ളിൽ ചെന്നിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ഇപ്പൊ അയഡൈസ്ഡ് സാൾട്ട്, അയഡൈസ്ഡ് ആവശ്യമില്ലാത്തവർക്ക് അയഡിൻ ചേർക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ആവശ്യമൊന്നുള്ള കാര്യമല്ല. മൈക്രോ ന്യൂട്രിയൻസ് ഇത് മതി, മൈക്രോ എലമെന്റ്സ്.
അപ്പൊ പക്ഷെ ഇതിപ്പോ മാക്രോ ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വെറുതെ ഈ പിന്നെ ഹൈ റേഞ്ചിലും ഹിമാലയൻ പ്രദേശങ്ങളിലുമാണ് അയഡിൻ ഡെഫിഷ്യൻസി ഉള്ളത്. അതിന് പിന്നെ ചില കമ്പനികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ അല്ല ഇന്ത്യയിലെ എല്ലായിടത്തും തീരപ്രദേശത്ത് വരെ അയഡിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അയഡിൻ കൂടിയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിന് അതിന് നമുക്ക് കൊടുക്കാവുന്ന മെഡിസിൻ ഫോസ്ഫറസും ഹെപ്പാർ സൾഫുമാണ്. അയൺ ടോണിക്സ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ നല്ലതാണെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്ന ഒരു ഫാർമസിസ്റ്റിന്റെ അമ്മയുണ്ട്. അപ്പൊ അയാൾക്ക് ഈ സൗജന്യമായിട്ട് കിട്ടുന്ന സാധനമൊക്കെ ഇവർ കഴിച്ച് വലിയ പ്രശ്നമായതാണ്. കൂടുതൽ പറയുന്നില്ല. അത് ഇപ്പൊ എന്തായാലും അങ്ങനെ അയൺ ടോണിക്സ് ആണെങ്കിൽ പൾസാറ്റിലെയാണ് മെഡിസിൻ. ലെഡ് ആണെങ്കിൽ പ്ലാറ്റിന, അയഡം, ഹോളോസിന്ത്, പിന്നെ ഓഫ്കോഴ്സ് പ്ലംബം ലെഡ് ആണല്ലോ. അതിൽ പ്ലംബം 200 പൊട്ടൻസി പറയുന്നുണ്ട്, മറ്റുള്ളതിന് പൊട്ടൻസി പറയുന്നുണ്ട്. മെർക്കുറിക്ക് ഹെപ്പാർ സൾഫർ നൈട്രിക് ആസിഡ് ആണ്. മെർക്കുറി എന്ന് പറയുമ്പോൾ ഇപ്പൊ രസസിന്ദൂരം ഒക്കെ ചില ഈ ഇവരൊക്കെ കൊടുക്കും. ഇതൊന്നും ഭയങ്കര മോശമെന്നുള്ള അഭിപ്രായത്തിലല്ല. രസസിന്ദൂരം എന്ന് പറയുന്നതിന്റെ ഈ ചില ലാടവൈദ്യന്മാരൊക്കെ കൊടുക്കും. അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പ്രശ്നം ഉണ്ടാകും. ആനിമാൻ ഒരുപാട് പറയുന്നുണ്ട് ബാഡ് എഫക്ട് ഓഫ് മെർക്കുറി, ബാഡ് എഫക്ട് ഓഫ് മെർക്കുറി എന്ന് വേണ്ട. അന്ന് ഇത് കൂടുതലായിരുന്നു. ഇപ്പം വളരെ കുറവായിട്ടാണെങ്കിലും അപൂർവമായിട്ട് നമ്മൾ കേസ് എടുത്ത് വരുമ്പോൾ, ഇന്ന് എനിക്കൊരു ഒരു നല്ലൊരു കേസ് കിട്ടിയായിരുന്നു. ഞാനത് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് വളരെ 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 ഒരു നല്ലൊരു കേസ് കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാനിപ്പോ പറയുന്നില്ല. ഞാൻ പറഞ്ഞ അപ്പൊ ഇതുപോലെ ചില കേസുകൾ നമ്മൾ എടുത്തു വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴായിരിക്കും ഇവര് എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ഇത്ര നാൾ രസസിന്ദൂരം ഇന്നയാൾ പറഞ്ഞു. ഇതിന് ഭയങ്കര ആക്ഷനാണ് ഈ മെഡിസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിക്കണവൻ പിന്നെയും കഴിച്ചു പോകും. കാരണം പക്ഷെ ഇത് കുറെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കുറെ സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം നമ്മുടേത് പോലത്തെ ഒരു പിന്നെ അൾട്രാ ഹൈ ഡയലൂഷൻ അല്ലല്ലോ അവരുടേത്. അവർക്കൊക്കെ അതിന്റെ മെറ്റീരിയൽ ഫോമിലാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് വരും. അതിന് ഹെപ്പാസൾഫും വേറെ ഏത് മെഡിസിനാ പറഞ്ഞ് മെർക്കുറിയുടെ? മെർക്കുറിയുടെ പിന്നെ പറഞ്ഞത് നൈട്രിക് ആസിഡ്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ, എന്താ ഈ രുചി കൂട്ടാനായിട്ട് മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ്, അതിന് വേറൊരു പേരുണ്ടല്ലോ. ഈ രുചിക്കൊക്കെ ചേർക്കുന്ന മോണോസോഡിയം ഗ്ലൂക്കാമേറ്റ് എന്ന് പറയുന്നത് അതിന്റെ അതെ അതെ. രുചി കൂട്ടാനായിട്ട് ഈ പക്ഷെ പെട്ടെന്ന് കിട്ടുന്നില്ല. എന്തെങ്കിലും ആട്ടെ. അതിന് പറയുന്നത് പൈറിഡോക്സിൻ ആണ്. അജിനോമോട്ടയാണോ? അജിനോമോട്ടോ. അതിനെന്തോ പറയുന്നത്? പൈറിഡോക്സിൻ. പിന്നെ വൈറ്റമിൻ B6ഉം. അത് 100 mg മില്ലിഗ്രാം പെർ ഡേ. ഈ വൈറ്റമിൻ ബി വെറുതെ എഴുതിയിരിക്കുകയല്ല, അത് എത്ര കൊടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. 100 mg പെർ ഡേ കൊടുക്കണം. മൾട്ടിപ്പിൾ വാക്സിനേഷൻസ് ഇപ്പം സാധാരണ കാണുന്നതാണല്ലോ. ഓഫ്കോഴ്സ് തൂജ, അതോടൊപ്പം പൈറോജിനോ വരുന്നുണ്ട്. പൊട്ടാസ്യം അയോഡൈഡിന്റെ ഇതാണെങ്കിൽ ഹെപ്പാർ സൾഫാണ് അതിന്റെ മെഡിസിൻ. പലരുടെയും ഞാനിപ്പോ പലരുടെയും അത് ഇതിന്റെ ഒതന്റിസിറ്റി കൂടി അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ആരാണ് എഴുതിയിരിക്കണം, ഏതിലാണോ, അങ്ങനെ വെറുതെ പറയുന്നതല്ല. ഇതിനൊക്കെ കൃത്യമായ ഒതന്റിസിറ്റിയും പേജ് നമ്പർ വരെ പറയുന്നുണ്ട്. സ്മോക്കിംഗ് കലാടിയാണ് പറയുന്നത്. ആൾസോ സ്റ്റോപ്പ് ക്രേവിംഗ് ഫോർ ഇറ്റ്. അതിന്റെ ക്രേവിങ്ങും കുറയ്ക്കും എന്ന് പറയുന്നു കലാടി. അത് ഏത് പൊട്ടൻസി ആയിരിക്കുന്നല്ലേ? കലാടിയും 30 കൊടുക്കാം. മീഡിയം പൊട്ടൻസി അതാണല്ലോ. 6C ആലോചിക്കാവുന്നതാണ്. 6C വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പൊട്ടൻസി ആണ്. അതിനൊരു കാരണമുണ്ട്. പിന്നെ സ്റ്റിറോയിഡ്സിന് നമുക്കിപ്പോ കോർട്ടിസോൺ, മെറ്റാകോർട്ടിസോൺ ഇതൊക്കെ ഉണ്ടല്ലോ. ഏതാണോ ആ സാധനം കൊടുക്കുക. അതിന്റെ പൊട്ടൻസി കൊടുക്കുക. പൊട്ടൻസി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ പൊട്ടൻസി കൊടുക്കുക.
ഇതൊന്ന് തയ്യാറാക്കി, ഇത് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടത്. അത് ഞാനൊന്ന് തയ്യാറാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെയല്ല, എന്തെങ്കിലും പറയാന്നുള്ളതല്ല. ഇപ്പൊ നോക്കട്ടെ, വല്ല അതിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഒന്ന് ആസ്മ സിവിയർ കേസിൽ നമ്മൾ ഈ സഫക്കേറ്റിംഗ് കഫ് കൂടി ഉണ്ടെങ്കിൽ സഡൻ സൈനോട്ടിക് അറ്റാക്ക്, അമലറേഷൻ ബൈ ഡ്രിങ്കിങ് കോൾഡ് വാട്ടർ, അങ്ങനെ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാവുന്നത് കുപ്രമെറ്റാണ്. 6 അങ്ങനെ വെച്ചെടുത്തു. വിത്ത് അഞ്ചൈന പെക്ടോറിസും കൂടി ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹൈഡ്രോസൈനിക് ആസിഡ് ആണ്, 6C ആണ് പറയുന്നത്. പിന്നെ ബേണിംഗ് ചെസ്റ്റ്, ഈ സിവിയർ ആസ്മയുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. വിത്ത് ഹോഴ്സണസ് ആൻഡ് കഫ് അഗ്രവേഷൻ ഇൻ മോർണിംഗ് നേസൽ പോളിപ്പും കൂടി ഉണ്ടെങ്കിൽ കാലിനൈട്രിക്കമാണ് മെഡിസിൻ. ഏത് കാലിനൈട്രിക്കം, അതായത് ഈ ബേണിംഗ് ചെസ്റ്റും ആസ്മയില് ഹോഴ്സണസ് ആൻഡ് കഫ്, നേസൽ പോളിപ്പ്, നേസൽ പോളിപ്പും കൂടി ഉണ്ടെങ്കിൽ കാലിനൈട്രിക്കം നല്ല മെഡിസിൻ. ആൻജിന പെക്ടോറിസിന്റെ ഏത് മെഡിസിൻ ആയിരുന്നു? ഹൈഡ്രോസൈനിക് ആസിഡ്. മേൽ പറഞ്ഞ സിംറ്റത്തോട് കൂട്ടി സഡൻ സൈനോട്ടിക് അറ്റാക്ക്, കഫ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും സഫോക്കേറ്റിംഗ് കഫ് ആയിരിക്കും. അതോടൊപ്പം അഞ്ചൈന പെക്ടോറിസും കൂടി ഉണ്ടെങ്കിൽ ഹൈഡ്രോസൈനിക് ആസിഡ്. അങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അക്യൂട്ട് ലങ് ഹോട്ട് ഫേസ് ആൻഡ് കോൾഡ് ബോഡി ഫ്ലാറ്റലൻസ് ആണെങ്കിൽ കാർബോവിറ്റ് ആണ് പറയുന്നത്. ഇതൊക്കെ ഇപ്പോ പെട്ടെന്ന് കണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഡ്രെയിനേജ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രെയിനേജ് റെമഡി മുഴുവൻ ഞാൻ പറഞ്ഞില്ല. മുഴുവൻ ഡ്രെയിനേജ് റെമഡി എന്ന് പറയുമ്പോൾ അത് കുറേ ഉണ്ട്. അതില് ഈ ഞാൻ പറഞ്ഞില്ല, ഞാനത് ശ്രദ്ധിക്കാനുള്ള ഒരു ആദ്യ കാരണം ഒരു പഴയൊരു ബുക്കാണ്, ജെയിംസ് പൂന എന്ന് പറയുന്ന ഒരാളുടെ ഹോമിയോപ്പതി, അങ്ങേരുടെ ഒരു മലയാളം ബുക്ക്. ആ മലയാളം ബുക്കിലാണ് ഈ ഡ്രെയിനേജ് റെമഡിയെ കുറിച്ച്. അത് വളരെ ഒരു പഴയ ബുക്കാണ്. അപ്പൊ അങ്ങേര് ഒരു ക്വാളിഫൈഡ് ഹോമിയോപ്പത്തൊന്നും അല്ല, പക്ഷെ അങ്ങേര് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ, അതോടൊപ്പം വളരെ നന്നായിട്ട് ചില കാര്യങ്ങളൊക്കെ, ചില കേസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ഇത് എല്ലാം കൂടി ഇത് ശരിയാക്കി എടുത്താണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, ഈ കഴിഞ്ഞ ദിവസം രാമകൃഷ്ണൻ ഡോക്ടർ ബുക്കിന്റെ കാര്യം ചിലര് ഇവിടെ ഇപ്പൊ വൈഫിനൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. അത് ഇപ്പൊ ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. ഞാൻ ഇവിടെ അന്ന് ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ ഈ കാരണം അത് അങ്ങനെ അദ്ദേഹം കൂടുതൽ അത് ചെയ്യാറില്ല. ഈ രാമകൃഷ്ണൻ ഡോക്ടറുടെ ഒരു പ്രത്യേകത ഈ ഡ്രെയിനേജ് റെമഡി എന്നുള്ള രീതിയിലല്ലെങ്കിലും ഇതുപോലുള്ള സപ്ലിമെന്ററി തെറാപ്പി അദ്ദേഹം കൂടുതൽ ഒരുപാട് ഫുഡൊക്കെ പറയും. വളരെയധികം കൂടുതൽ ഫുഡ്, ഓരോ അസുഖത്തിനും കഴിക്കേണ്ട ഫുഡ് അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ പറയും. അതൊരു നല്ല ഒരു ഇതാണ്. കുറെ പിന്നെ രസം, ഇങ്ങനെ ഒരു ചില അസുഖത്തിനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു രസമാണ്. രസം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന രസം, ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന രസം. അപ്പൊ അത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഞാനിപ്പോ ഇത് പറയാൻ കാര്യം, ഇങ്ങനെ ചില ഡോക്ടർമാര് ആ ബുക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് ചോദിച്ചത് കൊണ്ടാണ്. ബുക്ക് ഓൾറെഡി ഇപ്പൊ കിട്ടാൻ സാധ്യതയില്ല. അന്ന് ഞാൻ ഉണ്ടായിരുന്ന, അദ്ദേഹം ബുക്ക് ഇറക്കിയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളിൽ ഞാനിത് ഇട്ടിരുന്നു. അദ്ദേഹം ആയിരക്കണക്കിന് അംഗങ്ങളുള്ള 1-2 ഗ്രൂപ്പുണ്ട്. അതില് ഹോമിയോ കോളേജ് ലെക്ചർമാർ സഹിതമുണ്ട്. പക്ഷെ അവിടെ അതൊക്കെ അടഞ്ഞ ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. അവിടെ നിന്നൊന്നും പുറത്തേക്കൊന്നും പറയരുതെന്നാണ് അതിന്റെ നിയമങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് അധികം പോയിട്ടില്ല. ഞാൻ ഇത്തരം കാര്യങ്ങൾ, ഈ അറിവെന്ന് പറയുന്നത് രഹസ്യമാക്കി വെക്കാനുള്ളതല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അങ്ങനെ രഹസ്യമാക്കി വെക്കാൻ പാടില്ല എന്നുള്ള നിലപാടുള്ളത് കൊണ്ട് തന്നെ ഞാനത് വേറെയും അല്ലാത്ത ചില വേദികളിലും അദ്ദേഹത്തെ കൊണ്ട് പറയാൻ ശ്രമിച്ചു. പക്ഷെ പല കാരണങ്ങളാൽ അത് പൂർണ്ണമായി വിജയിച്ചില്ല. ഇത് ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പം പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരത്തിലല്ല ഇങ്ങനെ ഈ ബുക്കൊന്നും ഉപയോഗിച്ചിട്ടുള്ള അദ്ദേഹം സ്വന്തമായിട്ട് അങ്ങേരുടെ ജീവിതത്തിലുള്ള നിരീക്ഷിച്ച് കണ്ടുപിടിച്ചത്
പിന്നെ ഈ പ്ലാന്റ്സ് റെമഡിയെ കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി ചേർത്ത് ഈ പറഞ്ഞ ഈ ഗ്രൂപ്പിലൊക്കെ ഇദ്ദേഹത്തിന്റെ നോട്ട്സിന് ഭയങ്കര ഒരു അതിനു വേണ്ടി മാത്രം നടത്തുന്ന ഗ്രൂപ്പ് വരെയുണ്ട്. ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇല്ല. നമ്മൾ ചില ഗ്രൂപ്പിലെ നിയമങ്ങൾ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഞാനില്ല എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഞാൻ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും എന്നിട്ട് ഇദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഈ ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന ചിലർക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മള് നമുക്കിനി 3 മിനിറ്റേ ഉള്ളൂ ഡോക്ടറെ. 3 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ചുരുങ്ങിയൊരു സമയത്തിൽ അത്യാവശ്യം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഡോക്ടറുടെ ക്ലാസ്സിന് അഭിപ്രായം പറയാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. 3 മിനിറ്റേ ഉള്ളൂ. എന്തായാലും പുതിയൊരു വിഷയം നമുക്ക് വീണ് കിട്ടുന്ന ഭാഗ്യമാണ് ദേവൻ ഡോക്ടറുടെ ക്ലാസ്സുകൾ. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഞങ്ങളെ ഒന്ന് കണ്ണു തുറക്കുന്ന ഒരു അവസ്ഥയാണ് ഡോക്ടറുടെ ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. നമ്മളാരും ചിന്തിക്കാത്ത രീതിയിലുള്ള മെഡിസിനുകളും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ. ഞാനിതില് ഒരു ഭയങ്കര ഇക്കാര്യത്തിൽ ഞാനൊരു സ്കോളറോ അങ്ങനെയുള്ള ഒന്നുമല്ല. നമ്മള് പലത് നോക്കുമല്ലോ. പലത് നോക്കുന്ന കൂട്ടത്തില് ഹോമിയോപ്പതിയിലെ പല സാധ്യതകളും ആ സാധ്യതകൾ നമ്മൾ ഇങ്ങനെ നോക്കുന്ന കൂട്ടത്തില് ഇതും നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പല സാധ്യതകൾ എന്ന് വെച്ചാൽ പല സാധ്യതകളിൽ കൂടി പോകുമ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് സിസ്റ്റം ആകുന്നതും ഇതിന് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത്. അത്തരം ഒരു ശ്രമം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായാൽ നമ്മുടെ കോളേജുകളിലൊക്കെ ഇത്തരം പഠനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻസ് ഒക്കെ കൊടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ കോളേജുകളിലെ OP-യിലും IP-യിലും ഒക്കെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത തലമുറയ്ക്ക് വളരെ പ്രയോജനം ചെയ്യും. ഹോമിയോപ്പതി ചില പ്രത്യേക രോഗങ്ങൾ മാത്രം ചികിത്സിക്കാനുള്ളതാണ് എന്നുള്ളൊരു സമീപനം മാറിക്കിട്ടും. ഇപ്പോഴും മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് കുറച്ചുകൂടി ഒരു വിശാലമായ രീതിയിൽ അതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് അതിന് പൊതുവെ ഡ്രൈനേജ് റെമഡി ലോ പൊട്ടൻസി കൊടുക്കുന്നതാണ് നല്ലത് അല്ലേ? ലോ പൊട്ടൻസി ആണ് പൊതുവെ. പ്രത്യേകിച്ച് പ്ലാൻ റെമഡി എല്ലാം ടിഞ്ചറൊക്കെയാണ് പലതും പറയുന്നത്. അതിലേക്കൊന്നും കടക്കാനിട്ട് അത് തയ്യാറാക്കണം. അതല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ല. ഇതൊന്നും ഒരു കൃത്യ ഓർഡറിലല്ല കിടക്കുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ തയ്യാറാക്കിയാൽ മാത്രമേ അത് ഒരു ഓർഡർ ആവൂ. പിന്നെ ഇതൊക്കെ ഈ ഇപ്പോ കേസെടുത്ത് മെഡിസിൻ കൊടുക്കുമ്പോൾ പൊതുവെ കുറയാതെ വരികയോ ക്രോണിക് ഡിസീസിൽ ദീർഘനാൾ ചികിത്സ വേണ്ടി വരികയോ ചെയ്യുമ്പോഴാണല്ലോ ഇതൊക്കെ ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഇപ്പൊ പനിക്കും തലവേദനയ്ക്കും ഒന്നും ഇത് വേണമെന്നല്ല പറയാം. അതായത് അക്യൂട്ട് ഡിസീസിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പൊസേഷൻ തന്നെയാണ്. ഇപ്പോ എന്തുകൊണ്ട് പനി ഉണ്ടായി എന്ന് ചോദിച്ചാൽ മഴ നനഞ്ഞിട്ടാണെങ്കിൽ നമുക്കറിയാം അതെന്താ മെഡിസിൻ എന്നത്. ഐസ്ക്രീം കഴിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം. ഇപ്പം പിന്നെ മുട്ട കഴിച്ചിട്ടാണെങ്കിൽ നമുക്കറിയാം. അതിന്റെ കൂട്ടത്തിൽ പറയാം, ഈ മുട്ടയുടെ ഒരു ഇതാണ് ഡ്രെയിനേജ് റെമഡിയാണ് ഫെറമെറ്റ്. അപ്പൊ മുട്ട കഴിച്ചിട്ട് പനി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഛർദി ഉണ്ടായാലും ഒക്കെ കൊടുക്കുന്നത് ഫെറമെറ്റാണ്. പിന്നെ ഫെറമെറ്റിന്റെ ഇത് സോളിഡ് ഫുഡ് അഗ്രവേഷനാണ് ഫെറമെറ്റ്. ആ സിംറ്റം വെച്ച് നമുക്ക് അവിടെ എത്താം. ഈ ഒരു മാർഗം മാത്രമല്ല, പല മാർഗത്തിൽ നമുക്കൊരു മെഡിസിനിലേക്ക് എത്താൻ പറ്റും. അപ്പം പക്ഷെ വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും നമുക്ക് മെഡിസിൻ മാറും. എന്നാൽ ഇപ്പൊ കോസേഷൻ മാത്രം നോക്കിയിട്ട് പേടിച്ചിട്ടാണ് പനി ഉണ്ടായെങ്കിലും അപ്പൊ ഈ അക്യൂട്ട് ഡിസീസിൽ നമ്മൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എപ്പോഴും കോസേഷൻ തന്നെയാണ്. ആ കോസേഷൻ ആയിരിക്കും അതിലേക്ക് മെഡിസിനിലേക്ക് നയിക്കുന്ന ലീഡിങ് സിംറ്റം എന്ന് പറയുന്നത് കോസേഷൻ ആയിരിക്കും. ഇന്ന് നമുക്ക് സമയമായി. ജയലളിത ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. ജയലളിത ഡോക്ടർ. ദേവൻ ഡോക്ടറിന്റെ ക്ലാസ്സുകൾ നല്ല സെഷനാണ്. ഒരുപാട് അറിവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അറിവുകളാണ് ഡോക്ടറിൻ്റെ നമുക്ക് കിട്ടുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാത്തത്. എന്തായാലും ഒരുപാട് അറിവുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത ഡോക്ടർക്ക് IFPHന്റെ പേരിൽ
നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു എളിയ അഭിപ്രായം അല്ലെങ്കിൽ എളിയൊരു ഇത് പറയുന്നത്, ഡോക്ടർ ഒരു കേസ് പറയാന്ന് പറഞ്ഞല്ലോ, അതിന് സമയം പോലെ അത് ഒന്ന് പറയണമെന്ന് എൻ്റെ ഒരു അപേക്ഷ. അപ്പൊ AUPHന്റെ പേരിൽ ഡോക്ടർക്ക് നന്ദി. നന്ദി അത് ചെയ്യുന്നു ഡോക്ടറെ. ഇന്നെടുത്ത എന്തായാലും കേസാണ്, വളരെ മനോഹരമായ ഒരു കേസാണ്. പക്ഷെ അത് ഇപ്പൊ സമ്മതം. പറഞ്ഞാൽ തീരത്തില്ല. അത് മാത്രമല്ല, അതിന്റെ റിസൾട്ട് വരുമ്പോഴല്ലേ അതിന്റെ പക്ഷെ വളരെ അല്ലെ, നന്നായിട്ട് കേസ് എടുത്തു എന്നൊരു ആത്മവിശ്വാസം ഉണ്ട് എനിക്ക്. ഏത് കേസ് ആണെന്നെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു ഡോക്ടറെ, പിന്നെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. എന്തെന്നാ, സ്കിന്നായിരുന്നോ? എന്തോ സ്കിന്നൊന്നും അല്ല, മൈൻഡ്. ഒരു ആ, പയ്യനായിരുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിൽ എന്തായാലും ഷെയർ ചെയ്യണേ. റിസൾട്ടും കൂടെ ആയിട്ട് ഡോക്ടർ പറയണേ. അത് വരട്ടെ. റിസൾട്ട് എനിക്ക് നല്ല പ്രതീക്ഷയിലാണ് ഞാൻ മെഡിസിൻ കൊടുത്തിരിക്കുന്നത്. നല്ല മെഡിസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വന്ന മെഡിസിൻ മാൻസിനെല്ലാണ് ഒരു മെഡിസിൻ വന്നത്. രണ്ടാമത് വന്നത് തരണ്ടിൽ. ക്യാമറ ഇച്ചിരൂടെ മാറ്റണേ. ക്യാമറ ഇച്ചിരൂടെ. മതി മതി. ടരന്റിലാണ്. ഈ ബുക്കും ഒക്കെ കൂടി എടുത്തോണ്ട്. അപ്പൊ ഈ ബുക്ക് കിട്ടുന്നവരൊക്കെ മേടിച്ചോ? കിട്ടുന്നവരൊക്കെ. പക്ഷെ ഇതൊരു ഡ്രെയിനേജ് റെമഡി എന്ന് പറയണത് ഇതിനകത്തുള്ളതല്ല കേട്ടോ. ഞാൻ തയ്യാറാക്കി അത് ഇതിനകത്ത് ഇത് ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഇത് പലരുടെ കയ്യിലും ഇപ്പം ഇതില് ഹെഡിങ്സ് വായിക്കാനാണെങ്കിൽ പിന്നെ കൊളൈറ്റിസ്, കൊളൈറ്റിസ് ആൻഡ് ക്വസ്റ്റ്യനെയർ. ഒരു കൊളൈറ്റിസ് വരുമ്പോൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്തൊക്കെയാന്ന് വരെ പറയും. കോൺസ്റ്റിപ്പേഷൻ, കഫ്, ക്രാമ്പ്, സിസ്റ്റൈറ്റിസ്, ഡെബിലിറ്റി, ഡിപ്രഷൻ, ഡയബറ്റിസ്, ഡയറിയ, ഡിവോർഡൻ അൾസർ, ഡിസ്ലെക്സിയ, ഡിസ്മെനോറിയ, ഇയർ പ്രോബ്ലംസ്, എക്സിമ, എൻഡോമെട്രിയോസിസ്, എന്യൂറോസിസ് ഇൻ ചിൽഡ്രൻ, എപ്പിലെപ്സി, ഫീമെയിൽ കംപ്ലൈൻസ്, ഫീവേഴ്സ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രൊഫൈലാറ്റിക്സ്, ആന്റിഡോട്സ് ഓഫ് പോയിസണിങ് ബൈ പോയിസണിങ്, ഫ്ലൂ. സമയം പോയി. അങ്ങനെ F വരെ ആയുള്ളൂ. അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഡോക്ടർ എത്രയും വേഗം വരണം. ഇടയ്ക്കിടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാതെ ഡോക്ടറുടെ ക്ലാസ് മുന്നോട്ടുണ്ടാകണം. വളരെ നല്ല അറിവാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ ഇപ്പം കീമോ തെറാപ്പി, ഓർഗന തെറാപ്പി, സാറ്റലൈറ്റ് ഡ്രെയിനേജ്, ഫൈബർനെറ്റിക് സിസ്റ്റം, ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ പുതിയതായിട്ട് തന്നെയാണ് നമ്മൾ ശരിക്കും കേൾക്കുന്നതെന്ന് തന്നെ പറയാം. ഡോക്ടർ അതുകൊണ്ട് മുമ്പോട്ടും നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് വരണം. ഇന്നത്തെ ഈ 1791 ദിവസം ഇത്രയും നല്ലൊരു ക്ലാസ് നമുക്ക് എടുത്തു തന്ന് ദേവൻ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വീണ്ടും ക്ലാസ്സുകളുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ക്ലാസ്സിനൊരു ഫ്ലോ ഇല്ലായിരുന്നു. അതിന്റെ കാര്യം ഞാൻ തയ്യാറെടുത്തിട്ടില്ലായിരുന്നു. ഇല്ല, എപ്പോഴും കുഴപ്പമില്ല. തയ്യാറെടുക്കാതെയാണ്. നമുക്ക് സ്ലോ ആയിട്ട് കിട്ടിയത് കൊണ്ട് നമുക്കെല്ലാം നോട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അത് വീണ്ടും ഡോക്ടർ ക്ലാസ്സുമായിട്ട് വരണം. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.